വെൽക്കം ടു ഫീൽഡ് ടെക്നോസ്. നമ്മൾ ഇന്നിവിടെ കേരള PSC പോളിടെക്നിക് ലെക്ചർ എക്സാമിന്റെ സിലബസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. എ ഡയോഡ് D1 under certain biasing conditions has a forward voltage drop VDA equal to 0.7 volt and IDA equal to 5.6 milliampere. Under the same external conditions, another diode D2 whose dropping level NA and ND are both twice that of D1 has the same forward voltage drop VD2 equal to 0.7 volt. Assuming the same ideality factor for both the diodes, ID2 is. നമുക്ക് ഇനി ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. 1.4 milliampere, 2.8 milliampere, 5.6 milliampere, 11.2 milliampere. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ രണ്ട് ഡയോഡ് വന്നിട്ടുണ്ട്. ഈ രണ്ട് ഡയോഡിന്റെയും വോൾട്ടേജ് അക്രോസ് ദ ഡയോഡ് അല്ലെങ്കിൽ ഡയോഡിന്റെ വോൾട്ടേജ് തന്നെ 0.7 വോൾട്ട് ആണ്. ഫസ്റ്റ് ഡയോഡ് കറണ്ട് നമുക്ക് തന്നിട്ടുണ്ട്, അത് 5.6 milliampere ആണ്. നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ഡയോഡിന്റെ ഡയോഡ് കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഇവിടെ ക്വസ്റ്റ്യനിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, രണ്ട് ഡയോഡിന്റെയും ഐഡിയാലിറ്റി ഫാക്ടർ തന്നെ സെയിം ആണ്. ഇനി നമുക്ക് ഗിവൺ ഡാറ്റ ആദ്യം തന്നെ എഴുതി വെക്കാം. Voltage drop across first diode is same as voltage drop across second diode equal to 0.7 volt. പിന്നെ ഫസ്റ്റ് ഡയോഡിന്റെ ഡയോഡ് കറണ്ട് നമുക്ക് തന്നിട്ടുണ്ട്, ID1 is equal to 5.6 milliampere. നമ്മളിവിടെ സെക്കൻഡ് ഡയോഡിന്റെ ഡയോഡ് കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് ID2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ രണ്ട് ഡയോഡിന്റെയും ഐഡിയാലിറ്റി ഫാക്ടർ സെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐഡിയാലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈറ്റയാണ്. ഈറ്റ1 ഈസ് സെയിം ആസ് ഈറ്റ2. ഓക്കെ, ഇനി നമുക്ക് ഡയോഡ് കറണ്ട് ഇക്വേഷൻ എഴുതാം. ഡയോഡ് കറണ്ട് ഇക്വേഷൻ തന്നെ ID ഈക്വൽ ടു I0 e to the power V by eta VT -1. ഇതാണ് ഡയോഡ് കറണ്ട് ഇക്വേഷൻ. ഇവിടെ ID തന്നെ ഡയോഡ് കറണ്ട് ആണ്, I0 തന്നെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആണ്, V തന്നെ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഡയോഡ് ആണ്, ഈറ്റ തന്നെ ഐഡിയാലിറ്റി ഫാക്ടർ ആണ്, VT എന്ന് പറഞ്ഞാൽ തെർമൽ വോൾട്ടേജ് ആണ്. ഓക്കെ, നമുക്ക് ഇനി രണ്ട് ഡയോഡിന്റെ പെർസ്പെക്റ്റീവില് ഡയോഡ് കറണ്ട് ഇക്വേഷൻ എഴുതാം. ID1 ഈക്വൽ ടു I01 e to the power V by eta VT -1. സെക്കൻഡ് ഡയോഡിന്റെ ഡയോഡ് കറണ്ട് ഇക്വേഷൻ എഴുതാം. ID2 ഈക്വൽ ടു I0 e to the power V by eta VT -1. ഇവിടെ നമ്മൾ രണ്ട് ഡയോഡും സെയിം എക്സ്റ്റേണൽ കണ്ടീഷനിലാണ് എടുക്കുന്നത്. അതിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, സെയിം എക്സ്റ്റേണൽ കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ VT രണ്ട് ഡയോഡിന്റെയും VT എന്ന് പറഞ്ഞാൽ VT അല്ലെങ്കിൽ തെർമൽ വോൾട്ടേജ് തന്നെ സെയിം ആയിരിക്കും. പിന്നെ വോൾട്ടേജ് അക്രോസ് ദ ഡയോഡും സെയിം ആണ്. രണ്ട് ഡയോഡിന്റെയും വോൾട്ടേജ് തന്നെ സെയിം ആണ്. അപ്പൊ ഈ ടേം തന്നെ സെയിം ആണ്. രണ്ട് ഡയോഡിനും ഈ ടേമിന്റെ വാല്യൂ കിട്ടണ സെയിം ആണ്. അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ID1 by ID2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ I01 by I02 റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഓഫ് ഫസ്റ്റ് ഡയോഡ് ബൈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഓഫ് സെക്കൻഡ് ഡയോഡ് ആണ് കിട്ടുന്നത്. ഓക്കെ, I02. നമുക്കിത് ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യാം. നമുക്കിവിടെ ഈ ഇക്വേഷനിൽ ID1 നമുക്ക് തന്നിട്ടുണ്ട്, അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ID2ന്റെ വാല്യൂ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്. ഈ രണ്ട് വാല്യൂ നമുക്ക് അറിഞ്ഞുകൂടാം. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് നമുക്ക് അറിഞ്ഞുകൂടാം. നമുക്കിനി റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഇക്വേഷൻ എഴുതാം. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ I0 ഈക്വൽ ടു AQ DP by ND LP plus DA by NA LN into NX square. ഈ ഇക്വേഷനിൽ I0 എന്ന് പറഞ്ഞാൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആണ്, A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ ഡയോഡ് ജംഗ്ഷൻ ആണ്, Q എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ ആണ്, NA എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് ഏരിയ കോൺസെൻട്രേഷൻ ആണ്, DP എന്ന് പറഞ്ഞാൽ ഡോപ്പിംഗ് കോഎഫിഷ്യന്റ് ഓഫ് ഹോൾ ആണ്, DN ഡോപ്പിംഗ് കോഎഫിഷ്യന്റ് ഓഫ് ഇലക്ട്രോൺ ആണ്, ND എന്ന് പറഞ്ഞാൽ ഡോണർ കോൺസെൻട്രേഷൻ ആണ്, NA അക്സെപ്റ്റർ ഏരിയ കോൺസെൻട്രേഷൻ ആണ്, LP എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ ലെങ്ത് ഓഫ് P ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് LP, L എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ ലെങ്ത് ഓഫ് N ടൈപ്പ് സെമി കണ്ടക്ടർ.
ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിലെ സെയിം എക്സ്റ്റേണൽ കണ്ടീഷനിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് രണ്ട് ഡയോഡിന്റെയും എ സെയിം ആണ്, ക്യൂ സെയിം ആണ്, ഡി പി സെയിം ആണ്, ഡി എൻ സെയിം ആണ്, എൽ ടി സെയിം ആണ്, എൽ എൻ സെയിം ആണ്. പിന്നെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എൻ ഡി എൻ ഡി ആർ ബോത്ത് D2 എന്താണ് അനദർ ഡയോഡ് D2 whose doping level N and ND are both twice that of D1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് Na2 equal to 2 into Na1, ND2 equal to 2 into ND1. ഓക്കെ, ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത് ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രണ്ട് ഡയോഡിന്റെ സാച്ചുറേഷൻ കറന്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ I01 ബൈ I02 എന്ന് പറഞ്ഞാൽ 2 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്കിത് ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 in 1, equation 2 in equation 1, ID1 by ID2 എന്ന് പറഞ്ഞാൽ 2 ആണ്. നമുക്കിവിടെ ക്വസ്റ്റ്യൻ്റെ ID2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ID2 എന്ന് പറഞ്ഞാൽ ID1 by 2 ആണ്. അതായത് ID1 എന്ന് പറഞ്ഞാൽ 5.6 മില്ലി ആംപിയർ ആണ്. 5.6 മില്ലി ആംപിയർ ബൈ 2 എന്ന് പറഞ്ഞാൽ 2.8 മില്ലി ആംപിയർ ആണ്. 2.8 മില്ലി ആംപിയർ. നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.